ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് നല്ല ക്യൂട്ടായിട്ടുള്ള ബേബി ഷൂസാണ്. അപ്പോൾ നമുക്കതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നോർമൽ പേപ്പറിൽ ഈ 3 ഷേപ്പിലും നമുക്ക് മെഷർമെൻറ്റൊക്കെ മാർക്ക് ചെയ്തിട്ട് ആദ്യം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് ശേഷം നമുക്ക് അതേ ഷേപ്പിൽ ആദ്യം ക്യാൻവാസിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ 2 ഷേപ്പിലുള്ളതുമാണ് നമുക്ക് ക്യാൻവാസിൽ കട്ട് ചെയ്തെടുക്കേണ്ടത്. ആദ്യം കാണിച്ച ആ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ളത് നമുക്ക് ക്യാൻവാസ് ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇതിങ്ങനെ രണ്ട് പീസായിട്ട് ആദ്യം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു ഷേപ്പിൽ മെയിൻ ക്ലോത്തിലും കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ക്യാൻവാസ് കട്ട് ചെയ്ത പീസ് 4 എണ്ണം വെച്ചിട്ട് ക്ലോത്തിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു ഷൂവിന് 2 തുണിയാണ് നമുക്ക് ആവശ്യം. അപ്പോൾ നമുക്കങ്ങനെ 4 പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഓരോ ഷൂവിനും വേണ്ടത് സെപ്പറേറ്റ് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് ക്യാൻവാസ് ക്ലോത്തിൽ അയൺ ചെയ്തെടുക്കണം. നമുക്ക് 2 പീസും ഓരോരോ പീസിലാണ് നമുക്ക് അയൺ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ അയൺ ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു പീസിൻ്റെ മേലെ ഭാഗത്ത് നമുക്ക് ഡെക്കറേഷൻ പോലെ ഈ ഒരു നല്ല ക്ലോത്ത് ഈ ഒരു രീതിയിൽ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് 2 ചപ്പലിൻ്റെയും മേലെ ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ റെക്റ്റാങ്കിൾ ഷേപ്പിലൊരു മെറ്റീരിയൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ രീതിയിൽ ഫോൾഡ് ചെയ്ത ശേഷം അതിൻ്റെ മേലെ ഭാഗം 1/4 ഇഞ്ച് എലാസ്റ്റിക് കയറ്റാൻ പറ്റുന്ന ഗ്യാപ്പിൽ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് എലാസ്റ്റിക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു പീസിൻ്റെ മേലെ ഭാഗത്തായിട്ട് നമ്മൾ നേരത്തെ എലാസ്റ്റിക് വെച്ച് സ്റ്റിച്ച് ചെയ്തതെടുത്തിട്ട് ഈ വീഡിയോയിൽ കാണുന്ന അതേ രീതിയിൽ അതിൻ്റെ നല്ല വശത്ത് ഈ വീഡിയോയിൽ കാണുന്ന അതേപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഓൾറെഡി 4 പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ ആ കട്ട് ചെയ്ത് വെച്ചതിൽ ക്യാൻവാസ് ഇല്ലാത്ത പീസ് നമുക്കതിൻ്റെ മേലെ ഭാഗത്തായിട്ട് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമുക്കതിൻ്റെ മേലത്തെ പീസൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കിട്ടുക. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ക്യാൻവാസ് വെച്ചതിൻ്റെ അടിഭാഗത്തായിട്ട് അതേ ഷേപ്പിലുള്ള ക്ലോത്ത് വരുന്ന രീതിയിൽ നമ്മൾ ആ ഷേപ്പിന് കണക്കായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് ഈ ഷേപ്പിലുള്ള പീസ് എടുത്ത് ക്യാൻവാസ് വെച്ചതിൻ്റെ മേലെ ക്യാൻവാസ് വെക്കാത്ത പീസ് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ 2 കാലിന് വേണ്ടതും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് അതെങ്ങനെ അറ്റാച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനു വേണ്ടി ആദ്യം നമുക്കിതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചതിൻ്റെ മേലെ ഭാഗത്ത് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ 2ൻ്റെയും നല്ല വശം തമ്മിൽ ചേർത്ത് വെച്ച് സെൻറ്ററിൽ വെച്ചിട്ട് 2 സൈഡിലേക്കായിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന അതേപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മേലെ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഇങ്ങനെയാണ് കിട്ടുക. അപ്പോൾ താഴെ ഭാഗം കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് കുറച്ച് വലുതായിരിക്കും ബാക്ക് ഭാഗം വരുന്നത്. അപ്പോൾ ഇടയിലിടയിൽ ഓരോരോ ഫ്രില്ലിട്ടിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ചെയ്യേണ്ടത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഷൂവിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്.